പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് സജാദ്. ഞാൻ 2019 ബാച്ചിൽ ഒരു IAS ഓഫീസറാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ ത്രിപുരയിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ SSLC +2 റിസൾട്ടുകളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു അവസരത്തിൽ എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. ആശങ്കകളുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് കരിയർ എന്ത് വേണം എന്നുള്ള ആശങ്കകൾ പലർക്കും ഉണ്ടാവും. ഒന്നാമത് ആദ്യം നന്നായി പഠിക്കണം, പഠിച്ച് നല്ല കോഴ്സ് വാങ്ങണം, നല്ല കോഴ്സ് വാങ്ങിയാൽ നല്ല ജോലി കിട്ടുമെന്നുള്ള ടെൻഷൻ ഉണ്ട്. ജോലി കിട്ടിയാൽ തന്നെ ആ ജോലി നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ജോലിയാവുമോ എന്നുള്ള ടെൻഷനുകളുണ്ട്. ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ പുറത്ത് ഇപ്പോൾ കൂനിന് മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഈ സാങ്കേതികവിദ്യയിലൊക്കെ വരുന്ന വളർച്ചയില്ല. നമ്മളൊരു കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ആ സിലബസ് ഔട്ട്ഡേറ്റഡ് ആവുന്ന കാഴ്ചകളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ, റോബോട്ടിക്സ് ഒക്കെ പോലെ സാങ്കേതികവിദ്യയിൽ ഒരുപാട് പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഈ വളരെ ഫാസ്റ്റായിട്ട് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കരിയർ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നുള്ള ആശങ്കകൾ, സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു അവസരത്തിലാണ് കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള, ഇരിക്കൂർ ബേസ് ചെയ്തിട്ടുള്ള സഫൽ ഫൗണ്ടേഷൻ ബിയോണ്ട് 2024 എന്നുള്ള പേരിൽ ഒരു കരിയർ എക്സ്പോ May 12th and 13th സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കരിയർ എക്സ്പോയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും, അതോടൊപ്പം തന്നെ സഫലിൻ്റെ എല്ലാവിധ ഉദ്യമങ്ങളും, ഈ നേരായ മാർഗത്തിലുള്ള എല്ലാ ഉദ്യമങ്ങളും സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.